ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ബോഡി വെയിറ്റ് എങ്ങനെ കുറയ്ക്കാം വിത്തൗട്ട് എക്സർസൈസ്. എക്സർസൈസ് ഇല്ലാതെ എങ്ങനെ നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാം. ഏറ്റവും നല്ലത് എക്സർസൈസിൽ കൂടെ ബോഡി വെയിറ്റ് കുറയ്ക്കുന്നതാണ്. പക്ഷെ എല്ലാവർക്കും മടിയാണ് എക്സർസൈസ് ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള കുറെ മാർഗങ്ങൾ നമുക്ക് പറയാമെന്ന് വിചാരിച്ചു. അതായത് ആദ്യമായിട്ട് പറയേണ്ടത് ഈ ആപ്പിൾ സൈഡർ വിനാഗർ എന്ന് പറയുന്ന ആപ്പിളിൽ നിന്നുണ്ടാക്കിയ വിനാഗറാണ്. ഇത് ഓർഗാനിക് ആയിട്ടുള്ളത് മാത്രമേ ഉപയോഗിക്കാവൂ. അൾസർ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവര് ഇത് ഉപയോഗിക്കരുത്. വെയിറ്റ് റിഡക്ഷന് വേണ്ടി ഇത് ചെയ്യേണ്ടത് 2 ടീസ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിലെടുത്തിട്ട് നമ്മുടെ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് ഇത് കഴിക്കുക. ഇത് രാവിലെയും കഴിക്കാം, വൈകിട്ട് കഴിക്കാം. 2 ടീസ്പൂണേ ഉപയോഗിക്കാവുള്ളൂ. അത് 1 ഗ്ലാസ് വെള്ളത്തിലെടുത്ത് കലക്കിയതിനു ശേഷം നമ്മൾ സിപ്പ് ചെയ്ത് നമ്മൾ അറക്കുക. അധികം വായിൽ കവുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കരുത്. കാരണം പല്ലിന്റെ ഇനാമലിനെ ദ്രവിപ്പിക്കാനുള്ള കഴിവ് ഇതിനുള്ളത് കൊണ്ട് ആസിഡാണ്. അതുകൊണ്ട് നമ്മൾ ഇത് പെട്ടെന്ന് വായിൽ നിന്ന് ഇറക്കി വിടുക. വായി കവുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് ഇറക്കി വിടുക. പെട്ടെന്ന് കഴുകി കളയുകയും ചെയ്യുക. അപ്പം അല്ലെങ്കിൽ നമ്മളുടെ പല്ലിനെ ഇത് ബാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് സാലഡ് ഉണ്ടാക്കിയിട്ട് സാലഡിൽ ഇത് നല്ല കണക്ക് സ്പ്രേ ചെയ്യുക. എന്നിട്ട് സ്പൂൺ ഇട്ട് ഇളക്കി നമുക്ക് അല്പം ഉപ്പും ചേർത്ത് നമുക്ക് കഴിക്കാം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഈ ആപ്പിൾ സൈഡർ വിനാഗർ കൊണ്ട് ചെയ്യാവുന്നത്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ചിയാ സീഡ്. എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് ചിയാ സീഡ്. വെയിറ്റ് റിഡക്ഷന് സഹായിക്കുമെന്ന്. ആ ചിയാ സീഡ് നമുക്ക് 2 സ്പൂൺ എടുത്ത് ഒരു ബോളിൻ്റെ അകത്ത് എടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് അത് കുതിരാനായിട്ട് വെക്കുക. അതിനുശേഷം കുതിർന്നതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് ഈ നാരങ്ങ എടുത്ത് നാരങ്ങ നീര് 1 ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് വെള്ളവും എടുത്ത് 1 ഗ്ലാസ് നിറയ്ക്കുക. അതിനുശേഷം ഈ ചിയാ സീഡ് അതിനകത്ത് ഇട്ടതിന് ശേഷം അത് കുടിക്കുക. അപ്പൊ ഇതും അരമണിക്കൂർ മുമ്പ്, ആഹാരത്തിന് അരമണിക്കൂർ മുമ്പാണ് ചെയ്യേണ്ടത്. അതിന് 2 നേരവും ചെയ്യാം. ഇതും വെയിറ്റ് റിഡക്ഷന് നമ്മളെ സഹായിക്കും. ഇതും അൾസർ ഉള്ളവരൊന്നും ഇത് കഴിക്കരുത്. കാരണം ആസിഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത് കഴിക്കരുതെന്ന് പറയുന്നത്. ഇതെല്ലാം BP കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരാതിരിക്കുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അതുകൂടാതെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കറുവായും ഗ്രാമ്പും. അല്പം കറുവ 2-3 തണ്ട് കറുവ എടുക്കുക. അതിൻ്റെ കൂടെ 2-3 ഗ്രാമ്പ് കൊടുക്കുക. അത് 2 ഗ്ലാസ് വെള്ളത്തിൽ അടുപ്പയിൽ വെച്ച് നല്ലവണ്ണം തിളപ്പിച്ച് അത് 1 ഗ്ലാസ് വെള്ളം ആക്കണം. അപ്പൊ എന്ന് വെച്ചാൽ രണ്ടിന്റെയും ഗുണം നല്ലതുപോലെ അതിൻ്റെ അകത്ത് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തതിനു ശേഷം ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുടിക്കാം. ഇതും ആഹാരത്തിന് അരമണിക്കൂർ മുമ്പെയാണ് കഴിക്കേണ്ടത്. വെറും വെയിറ്റിൽ ആണ് കഴിക്കേണ്ടത്. 2 നേരമായിട്ട് നമുക്ക് കഴിക്കാം. അതുകൂടാതെ അടുത്തത് ഉലുവ വെള്ളത്തിലിട്ട് അല്പസമയം 2 മണിക്കൂറെങ്കിലും ഉലുവ വെള്ളത്തിലിട്ട് ഇടുക. അതിനുശേഷം അടുപ്പിൽ വെച്ച് ഈ വെള്ളം തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ഇച്ചിരി പുതിനയില ചതച്ച് അതിനകത്ത് ഇടുക. കുറെ നേരം ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ ഗുണമെല്ലാം അതിൻ്റെ അകത്ത് ഇറങ്ങി കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് മാറ്റുക. അത് ഇതുപോലെ തന്നെ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് 2 നേരമായിട്ട് ഇതിന്റെ ഈ ജ്യൂസ് അരിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് നല്ല ബോഡിയൊക്കെ നമ്മൾക്ക് കൂളാക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനും സഹായിക്കുന്നു. അതായത് ഡൈജഷനെ കൂട്ടിയിട്ട് നമ്മുടെ നല്ല ബാക്ടീരിയകളെ, നമ്മുടെ വയറിന് ഡൈജഷന് സഹായിക്കുന്ന നല്ല ബാക്ടീരിയകളുണ്ട്. ആ ബാക്ടീരിയകളെ ഒത്തിരി വളരുന്നതിന് അത് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഡൈജഷൻ നടക്കാൻ വേണ്ടി ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ഇൻഡസ്ട്രിയിൽ കൂടെയും ആമാശയത്തിൽ കൂടെയും ഒക്കെ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നത്. ഇതിനും ഇതെല്ലാം സഹായിക്കുന്നു. പുതിനയിലയും ഇതിന്റെ എല്ലാം ജ്യൂസിന്റെ വർക്കിംഗ് ഇത് സഹായിക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിനും ആന്റി ഓക്സിഡന്റ്, ഇതിനകത്ത് ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനകത്തും ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. വൈറ്റമിൻ സി മിക്കതിനകത്തും ഉണ്ട്. ഇതെല്ലാം നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടും എനർജറ്റിക് ആയിട്ടിരിക്കാനും നമ്മുടെ മുഖത്തെ പാടുകൾ പോകാനും നമ്മള് നല്ല എല്ലാ കാര്യത്തിനും എല്ലാ അസുഖങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിനും ഈ ജ്യൂസുകളെല്ലാം സഹായിക്കുന്നു. മെറ്റാബോളിസം കൂട്ടിയിട്ടാണ് നമുക്ക് ഫാറ്റ് റിഡക്ഷൻ ഒക്കെ സഹായിക്കുന്നത്. കൊളസ്ട്രോളിനും BPക്കും ഷുഗറിനും എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. എല്ലാം മാറി കിട്ടുന്നതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ വെയിറ്റ് റിഡക്ഷന്റെ ഉപയോഗിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്ക് ഏതാ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. അത് ഒത്തിരി നല്ല ഉപകാരമായി പലർക്കും
കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. അസുഖക്കാരൊന്നും ഈ അൾസർ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരൊന്നും ഇത് പരീക്ഷിക്കരുത്. കാരണം അസിഡിറ്റി കൂടുതലുള്ള സാധനങ്ങളാണ് ഇത് മിക്കതും. അതുകൊണ്ട് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.